നമസ്കാരം. ആഗോള ടെക് ലോകത്തെ അധികായന്മാരായ സുന്ദർ പിച്ചയുടെയും സത്യ നദലയുടെയും ആസ്തിയേക്കാൾ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ഇന്ത്യൻ വനിത ഇന്ന് ലോക ശ്രദ്ധ നേടുകയാണ്. ഹുറോൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം ലോകത്തെ ഏറ്റവും സമ്പന്നയായ സെൽഫ് മെയ്ഡ് ഇന്ത്യൻ വനിതാ സംരംഭകയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അരിസ്റ്റ നെറ്റ്വർക്ക് സിഇഒ ജയശ്രീ ഉള്ളാലാണ്. ജയശ്രീയുടെ ഒറ്റ പരാമർശം ആഗോള ടെക് ഭീമനായ എൻവിഡിയുടെ ഓഹരികളിൽ കനത്ത ഇടിവിന് കാരണമായതാണ് ഇപ്പോൾ ബിസിനസ് ലോകത്ത് വലിയ വാർത്ത. നിക്ഷേപകരുമായിട്ടുള്ള ആശയവിനിമയത്തിനിടെ നടത്തിയ പരാമർശത്തെ തുടർന്ന് എൻവിഡിയുടെ പ്രധാന എതിരാളിയായ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസിന്റെ ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളിലൊന്നും നിർണായക AI ചിപ്പുകളുടെ നിർമ്മാതാക്കളുമായ എൻവിഡിയുടെ ഓഹരികൾക്ക് ജയശ്രീയുടെ വാക്കുകൾ വലിയ തിരിച്ചടിയായി. പ്രമുഖ നെറ്റ്വർക്കിംഗ് കമ്പനിയായ അരിസ്റ്റ നെറ്റ്വർക്ക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് AI ചിപ്പ് വിപണിയിലെ വമ്പൻ മാറ്റങ്ങളിലേക്കാണ്. വെള്ളിയാഴ്ചത്തെ ഓഹരി വിപണിയിൽ എൻവിഡിയുടെ ഓഹരികൾ 3% ഇടിഞ്ഞപ്പോൾ എതിരാളികളായ AMD നേട്ടമുണ്ടാക്കിയത് നിക്ഷേപകരെ മാറി ചിന്തിപ്പിക്കുകയാണ്. അരിസ്റ്റ നെറ്റ്വർക്ക് സിഇഒ ജയശ്രീ ഉള്ളാൽ നിക്ഷേപകരുമായി പങ്കുവച്ച വിവരങ്ങളാണ് വിപണിയിൽ ചർച്ചയായത്. ഒരു വർഷം മുൻപ് വിപണിയുടെ 99% എൻവിഡിയയുടെ കൈവശമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ വിന്യാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 20 മുതൽ 25% വരെ AMD ചിപ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞുവെന്നാണ് ജയശ്രീ പറഞ്ഞത്. AI പ്രോസസ്സിംഗിനായി പ്രിഫേർഡ് ആക്സിലേറ്ററായി AMDയെ പല കമ്പനികളും തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. നിലവിൽ $4.5 ട്രില്യൺ വിപണി മൂല്യമുള്ള എൻവിഡിയയാണ് അമേരിക്കയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി. AI ചിപ്പ് വിപണിയുടെ 90% ഇപ്പോൾ ഇവരുടെ പക്കലാണ്. എന്നാൽ കഴിഞ്ഞ 12 മാസത്തിനിടെ AMDയുടെ ഓഹരി വിലയിൽ 85% കുതിച്ചുചാട്ടമുണ്ടായി. ഗൂഗിളിന്റെ TPU ചിപ്പുകളും എൻവിഡിയയ്ക്ക് വെല്ലുവിളിയായി വളരുന്നുണ്ട്. AI ചിപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇഥർനെറ്റ് സ്വിച്ചിംഗ് സാങ്കേതികവിദ്യ നൽകുന്ന കമ്പനിയാണ് അരിസ്റ്റ. എന്നാൽ എൻവിഡിയ സ്വന്തമായി നെറ്റ്വർക്കിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് അരിസ്റ്റയ്ക്ക് തിരിച്ചടിയായി. മെറ്റ, ഒറാക്കിൾ തുടങ്ങിയ വമ്പന്മാർ എൻവിഡിയയുടെ തന്നെ നെറ്റ്വർക്കിംഗ് സ്വീകരിക്കുന്നത് അരിസ്റ്റയെ AMD ക്യാമ്പിലേക്ക് അടപ്പിച്ചു. ചുരുക്കത്തിൽ എൻവിഡിയ തങ്ങളുടെ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത നേടുമ്പോൾ അരിസ്റ്റയും AMDയും കൈകോർത്തൊരു പുതിയ സഖ്യം രൂപീകരിക്കുകയാണ്. ഒരു സിഇഒയുടെ ഒറ്റ പരാമർശത്തിന് ആഗോള ടെക് ഓഹരികളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്. ഹുറോൺ പട്ടിക പ്രകാരം 50,170 കോടി രൂപയാണ് ജയശ്രീ ഉള്ളാലിൻ്റെ ആസ്തി. അടുത്തിടെ ശതകോടീശ്വരന്മാരുടെ ക്ലബ്ബിൽ ഇടം പിടിച്ച ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയുടെ ആസ്തി ഏകദേശം $1.1 ബില്യൺ ആണ്. ഇതിന്റെ 5 ഇരട്ടിയിലധികം ആസ്തിയോടെയാണ് ജയശ്രീ ടെക് ലോകത്തെ വിസ്മയമായി മാറുന്നത്. ലണ്ടനിൽ ജനിച്ച ജയശ്രീ വളർന്നത് ഡൽഹിയിലാണ്. ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയ അവർ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും സാന്താ ക്ലാര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സും പൂർത്തിയാക്കി. AMD, ഫെയർ ചൈൽഡ് സെമി കണ്ടക്ടർ എന്നീ കമ്പനികളിൽ കരിയർ ആരംഭിച്ചു. 1993-ൽ സിഡ്കോയിൽ ചേർന്ന അവർ ഡാറ്റാ സെന്റർ ബിസിനസ് വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 2008-ൽ ആരും അറിയപ്പെടാതിരുന്ന അരിസ്റ്റ നെറ്റ്വർക്സിന്റെ അമരത്തെത്തിയ അവർ ഇന്ന് ആ കമ്പനിയെ $7 ബില്യൺ വരുമാനമുള്ള ആഗോള ശക്തിയാക്കി മാറ്റി. AI വിപണിയിൽ എൻവിഡിയയുടെ കുത്തകയ്ക്ക് വിള്ളലേൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നതും ജയശ്രീ ഉള്ളാലിന്റെ നേതൃത്വത്തിലാണ്. AI ചിപ്പുകൾക്കായി മുൻപ് 99% കമ്പനികളും എൻവിഡിയയെ ആശ്രയിച്ചിരുന്നിടത്ത് ഇന്ന് 25% പേർ AMD ചിപ്പുകളിലേക്ക് മാറുന്നുവെന്ന് ജയശ്രീ വെളിപ്പെടുത്തിയിരിക്കുന്നു. അരിസ്റ്റയുടെ നെറ്റ്വർക്കിംഗ് സാങ്കേതികവിദ്യ AMD ചിപ്പുകൾക്കൊപ്പം ചേരുന്നത് എൻവിഡിയയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയിലെ സ്വയം പ്രയത്നത്തിലൂടെ വളർന്ന സമ്പന്നരായ വനിതകളിൽ 8ാം സ്ഥാനമാണ് ജയശ്രീക്ക്. ഫോർച്യൂൺ മാസികയുടെ ബിസിനസ്സിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതാ പട്ടികയിൽ സ്ഥിര സാന്നിധ്യവും. സിലിക്കൺ വാലിയിലെ പുരുഷാധിപത്യമുള്ള ടെക് ലോകത്ത് സ്വന്തം പേരിൽ ഒരു സാമ്രാജ്യം പടുത്തുയർത്തുക മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്റെ കമ്പനി വളർത്താനും ജയശ്രീ ഉള്ളാലിന് സാധിച്ചു. ഒരു പെൺകരുത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണിത്.